ന്യൂ ഇയറിന്റെ ദിവസം ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ കസാരയിൽ ഒരു അരവിന്ദൻ ഇരിക്കുന്നു ഇങ്ങനെ, കിരൺ ചേട്ടൻ. പുള്ളിക്ക് അനങ്ങാനും വയ്യ, നിൽക്കാനും വയ്യ. അവിടെ ഒരു 50 പേര് കൂടി. ഞാൻ ഓർത്ത് ആരേണ്ട തല്ലി ചവിട്ടി കൊന്നൊന്ന് കോച്ച്. അതിൻ്റെ ഇടയ്ക്കാണ് കോച്ച് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂ ഇയർ ദിവസങ്ങളിലും ഇങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് കോച്ച് വി ഹയർഡ് 2 ഡ്രൈവേഴ്സ്. ഓക്കെ, ഓൾവേസ് ഗുഡ് ചോയ്സ്. അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ 2 ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ അതിലൊരു ഡ്രൈവറിനെ കാണാനില്ല, വണ്ടിയും കാണുന്നില്ല. അത് അവസാനം നമ്മൾ ഡ്രൈവറിനെയൊക്കെ വിളിച്ച് ചീത്തയൊക്കെ വിളിക്കാന്ന് പറഞ്ഞ് കണ്ണൻ ഡ്രൈവറിനൊക്കെ തല്ലാൻ വേണ്ടി ഇരിക്കും. അവൻ വരുമ്പോ എവിടെ പോയി, ഇവര് ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ പ്രിയ പത്നിയും അതുപോലെ തന്നെ കിരൺ ചേട്ടന്റെ പ്രിയ പത്നിയും പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, പരിപാടി കഴിയുന്നത് വരെ ചേട്ടന്റെ വീട് അടുത്താണ്, ചേട്ടൻ വീട്ടിൽ പൊക്കോ, ഞങ്ങൾ വിളിച്ചോളാം. ചേട്ടന്റെ വീട് കാക്കനാടായിരുന്നു. കാക്കനാട് ഏതോ പപ്പാരിയെ കത്തിക്കുന്ന തിരക്കിൽ അവിടെ ട്രാഫിക് ജാം ആയി, പുള്ളിയുടെ ഫോൺ സിഗ്നൽ ജാം ആയി, പുള്ളിയുടെ ഫോൺ ഓഫായി, പുള്ളി 1 മണിക്കൂർ ലേറ്റ് ആയി. അതുകൊണ്ട് കിരൺ ചേട്ടനെ ഞങ്ങൾക്ക് കാർണിവലില് അവിടുത്തെ ന്യൂ ഇയർ പരിപാടിയിൽ ഒരു 2 മണിക്കൂർ പ്രതിഷ്ഠയായിട്ട് വെക്കേണ്ട വന്നു. നാട്ടുകാരൊക്കെ വന്ന് തൊട്ട് തൊഴുതു, ഈശ്വര ഈ വർഷം നന്നാവണേന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ 2 മണിക്കൂർ. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് കോച്ച് എന്നെ വിളിക്കണത്. മനസ്സിലായോ? മനസ്സിലായി. ബട്ട് ഗേൾസ് ടാലന്റ് അല്ല. പിന്നെ